പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമീൻ. എൻ്റെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ദിവസം മുൻപ് ഞാൻ ഒരു ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അത് എത്ര പേർ ഉപയോഗിച്ചെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഉപയോഗിച്ചവർക്ക് അതിനുള്ള ഫലം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇങ്ങനെയാണ് ആ ചെറിയൊരു പ്രാർത്ഥന: മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. ഇത്രയുള്ളൂ ഈ പ്രാർത്ഥന. ഇത് എത്ര പേർ ചൊല്ലിക്കൊണ്ട് അന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻ്റർവ്യൂവിലോ അല്ല വേറെ ഏത് കാര്യങ്ങളിലോ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് നേടിയിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ നിങ്ങളോടത്ത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. വളരെ കുറച്ച് പേരാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നറിയില്ല. പക്ഷേ ചിലവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾ, കൊച്ചു കൂട്ടുകാരെ, എല്ലാ അമ്മമാരെ, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ എത്രയും വേഗം പകർന്നു കൊടുത്ത് ഈ പ്രാർത്ഥന അവരെ കൊണ്ട് ചൊല്ലി ഏൽപ്പിക്കുക. ഇത് അത്രയും നല്ല ഒരു പ്രാർത്ഥനയാണ്, നല്ല ഒരു പവർഫുള്ളായ ഒരു പ്രാർത്ഥനയാണ്. ഇത് ഞാൻ ചൊല്ലി എനിക്ക് അതിനുള്ള ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൃപാസന അമ്മ അതിനനുസരിച്ച് ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇനിയും പോയി സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ 6 നിയമങ്ങളിൽ 1-2 നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ സാമ്പത്തികമായി ഈ ജോലി ഇല്ലാണ്ട് ഞാൻ വളരെ കഷ്ടത്തിൽ 1-1.5 കൊല്ലമായി ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തിൽ എന്നെക്കൊണ്ട് ഫാമിലി റൺ ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് കഴിയാതെ വണ്ണം ഞാൻ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് എല്ലാവരും പറഞ്ഞു, കൃപാസന അമ്മയെ പോയി കണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും തന്നെ മാതാവിൻ്റെ അടുത്ത്, തിരുക്കുമാരൻ്റെ അടുത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് 6 നിയോഗങ്ങൾ എഴുതിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ തുടങ്ങി. അവിടെ നിന്ന് ഓരോരോ കാര്യവും കർത്താവ് എനിക്ക് നല്ല ഒരു പോസിറ്റീവായുള്ള ഒരു എനർജി വൈബ്സ് എനിക്ക് തന്നു. ഇത് ഞാനൊരു ചെറിയ സാക്ഷ്യം പോലെയാണ് പറയുന്നത്. പക്ഷേ ഈ സാക്ഷ്യം ഞാൻ നേരിട്ടാണ് പറയേണ്ടത്. എന്നാലും ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ ആവാനാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് ലോണുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ കാലത്ത് എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കാലത്ത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ചില നേരത്തെ മെഴുകുതിരികൾ കഴിഞ്ഞു പോയാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന വെള്ളം ഞാൻ നോർമലായി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനകൾ, കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ട്. എന്നും ഞാൻ മോർണിംഗ് എണീക്കുമ്പോൾ ഞാൻ പറയും, മാതാവേ എന്നെ കാത്തുകൊള്ളണേ. ഇന്ന് കാലത്ത് ആരൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ലോൺ മേടിക്കാനോ അല്ല വേറെ ഏത് കാര്യങ്ങളും ആൾക്കാർ വരുമ്പോൾ എന്നെ നീ കാത്തുകൊള്ളണേ. എങ്ങനെയെങ്കിലും ആ പൈസ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വിധമായ ഒരു അത്ഭുതം പോലെ കാണിച്ച് എനിക്ക് എവിടെയെങ്കിലും ആ പൈസ എടുത്ത് അവരെ കൊടുത്ത് ഏൽപ്പിച്ച് ആ ദിവസം ഒരു വീട്ടിലെ പ്രശ്നങ്ങളില്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇതേപോലെ എല്ലാ ദിവസവും പറയും എല്ലാ മാസങ്ങളിലും എനിക്ക് ലോണിൻ്റെ ഡേറ്റ് വരുമ്പോൾ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ മാതാവ് എങ്ങനെയൊക്കെയോ എനിക്ക് ഏതൊക്കെയോ ഒരു അത്ഭുതം കാണിച്ചു തന്ന് ആ മാസത്തിന് എങ്ങനെയും ബിക്കോസ് ഞാൻ ജോലി ഇല്ലാണ്ടുള്ളപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ എനിക്ക് ഒപ്പിച്ച് ആ മാസത്തിൽ ഞാൻ ആ ലോൺ എങ്ങനെയെങ്കിലും അടച്ച് തീർത്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. പക്ഷേ എല്ലാ കാര്യവും ലോണായാലും ശരി, എൻ്റെ മക്കളുടെ ഫീസും പുസ്തകങ്ങൾ മേടിക്കാനുള്ള ബുക്സ് ഫീസും കാര്യങ്ങളും, പിന്നെ വീടുകളിൽ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ, വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനും, അങ്ങനെ പല പേര് പല രൂപത്തിൽ മാതാവും തിരുക്കുമാരും കർത്താവും പല രൂപത്തിൽ വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നേരിട്ട് കർത്താവും മാതാവും നമ്മുടെ അടുത്ത് വരില്ല. ആരുടെയും ഒരു രൂപത്തിലാണ് നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുക എന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ ആരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് അവർ നമ്മളൊരു കർത്താവായോ അല്ല മാലാഖമാരായോ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അത് തന്നവർക്ക് എല്ലാവർക്കും ഞാൻ വളരെ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറയുക. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, അമ്മേ മാതാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടുകാരെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതേപോലെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ വിചാരിച്ച് ഒരു ഇൻ്റർവ്യൂ പാസ്സായി
ഫൈനൽ ഇൻ്റർവ്യൂ വരെ എത്തിയും ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ എനിക്ക് പിന്നെ അവർ വിളിച്ച് പിന്നെ പറയാമെന്ന് എന്നെ നിർത്തിവെച്ചു. പിന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഇത്രയും കഷ്ടത്തിലും എന്നെ പിന്നെയും കൊണ്ടുപോകുന്നത്. 1.5 കൊല്ലമായി ഒരു ജോലി ഇല്ലാണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കാനും പറ്റാണ്ട് പല തെറ്റായ കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് ഇനി ജീവിക്കണോ വേണ്ടോ എന്നുള്ള നിലമേൽ വരികയും ഞാൻ ആലോചിച്ചു. പക്ഷെ എന്നാലും എൻ്റെ മക്കളും കൊച്ചുമക്കളും എൻ്റെ ഭാര്യയും ഞാൻ സൂക്ഷിക്കണം. എന്നെ വിശ്വസിച്ച് വന്നവരെ ഞാൻ എങ്ങനെയാണ് കൈവിടുക? നമ്മളെന്ന് പറയുക ഒരു വണ്ടി ഓടിച്ചാലോ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവരെ കാപ്പാറ്റണം നോക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കാതെ എങ്ങനെയൊക്കെ ഞാൻ കർത്താവോടും മാതാവോടും പ്രാർത്ഥിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ജോലി തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ച് ഞാൻ ഇങ്ങനെ ബൈക്കിലാണ് ആൾക്കാരെ കൊണ്ട് ഡെലിവറി ചെയ്യുക, ആൾക്കാരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യലും വരില്ലായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭവേളയിൽ പെട്ടെന്നൊരു പുള്ളിക്കാരൻ എന്നെ വിളിച്ച്, ഓക്കെ നിങ്ങൾക്ക് ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല. നാളെ നേരിട്ട് എൻ്റെ ഓഫീസിൽ വായോ, നിങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ബയോഡേറ്റ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ ബയോഡേറ്റ കൊണ്ട് ചെന്ന് പുള്ളിയുടെ അടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നു. പുള്ളിക്കാരൻ കണ്ട ആൾക്ക് ഇഷ്ടപ്പെട്ടു, ഒന്നും പറഞ്ഞില്ല. ഓക്കെ, യു ആർ അപ്പോയിൻറ്റഡ്, നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഈ സന്തോഷവേല നടന്നത് കറക്റ്റ് നമ്മുടെ ഗുഡ് ഫ്രൈഡേയുടെ അന്നാണ് എനിക്ക് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് ഉടനെ എന്നോട് ജോലിക്ക് കയറാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം അവധി പറഞ്ഞു. ഞാൻ നല്ല ദിവസം നോക്കി, നല്ല ദിവസം പറഞ്ഞു ഈസ്റ്ററിൻ്റെ അന്ന് ഞാനൊരു ഓക്കെ പറഞ്ഞു. ഈസ്റ്ററിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് ജോലി കിട്ടി. ആ 50 ദിവസം നോയമ്പ് ഞാൻ എല്ലാ കൊല്ലം എടുക്കാറുള്ളതാണ്. 50 കർത്താവിനായിട്ട് നോയമ്പെടുത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടി. എൻ്റെ മാതാവിനെ തിരുക്കുമാൻ 1000 നന്ദി പറയുന്നു. യേശുവിൻ നന്ദി, മാതാവിൻ നന്ദി, കൃപാസനാമ്മയും നന്ദി. ഇപ്പോൾ നല്ല ജോലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ജോലി പോയി കഴിഞ്ഞ് വന്ന ഈ വൈകുന്നേരം നേരത്താണ് ഞാൻ ചെറിയൊരു വീഡിയോയിൽ അങ്ങനെ ഇടാറുള്ളത്. ഇതിനു മുമ്പ് ഞാനും എൻ്റെ വൈഫുമാണ് ഈ പ്രാർത്ഥനകളും കാര്യം ചൊല്ലിയിടാറുള്ളത്. ഇപ്പോൾ ഞാൻ നേരിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരയ്ക്കുകയും നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ട്രൂ ഉണ്മയായ ഒരു കാര്യമാണ്. എനിക്ക് അത്രയും മലയാളം ഞാൻ കൂടുതൽ സംസാരിക്കാനും ചെറിയ തമിഴ് തപ്പലുണ്ടായിരിക്കും, എന്നോട് ക്ഷമിക്കുക തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്ര തന്നെയുള്ളൂ. നമുക്ക് എത്ര കഷ്ടം വന്നാലും നമ്മൾ എത്ര ഇത് ചെയ്താലും നമ്മൾ മാതാവിനും കർത്താവിനെയും നമുക്ക് കൈവിടാതെ നമ്മൾ എന്നും പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും എന്നുള്ളത് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനോടും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി 1 മാസം കറക്റ്റ് കഴിഞ്ഞു. ഇനി ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുഴുവൻ ശമ്പളം ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കാൻ പോകുന്നു. അത്രയും ആഗ്രഹത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആദ്യത്തെ മാസം ശമ്പളം വരുമ്പോൾ ഞാൻ മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിച്ചു അതിന് പറ്റുന്ന 1 ഞാൻ പൈസ ഞാൻ കർത്താവിനായിട്ടല്ല മാതാവിനായിട്ട് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ വാക്ക് തന്നാൽ അത് ഞാൻ വാക്ക് പാലിക്കും. മാതാവിന് 1000 നന്ദി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. ഈ വീഡിയോ നിങ്ങൾ പറ്റുന്ന വണ്ണം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഇനിയൊരു നല്ല ഒരു വീഡിയോയുടെ നാളെ നമ്മൾ കാണാം. ഞാൻ ഡെയിലി ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യവും ഞാൻ ഡെയിലി പറയുന്നുണ്ട്. ഇതൊന്നും എല്ലാം അത്ഭുതമായാണ് ഞാൻ കാണുന്നത്. ഞാൻ വെറുതെ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. എന്നാണെങ്കിൽ ഞാനിത് മാതാവിനായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ചാനലാണ്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വണ്ണം മക്കൾക്ക് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അറിഞ്ഞവരും അറിയാത്തവരും ഈ വീഡിയോ കണ്ട് ഇതേപോലെ നിങ്ങൾ നടക്കുമെന്ന നല്ല മാതാവിൻ്റെ മക്കളായും തിരുക്കുമാരൻ്റെ മക്കളുമായി നിങ്ങൾ ജീവിച്ച് പോകാൻ നമുക്കറിയാം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടുമെന്ന്. ഒരാളുടെ ഒന്നോണം പറഞ്ഞും കളവ് ചെയ്തും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിന് ഇരട്ടി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ളത് ഇത് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കാര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നേരെ പോകുന്ന വഴിയാണ് നല്ലത്. സോ കർത്താവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപോലും നമ്മൾ തെറ്റ് ചെയ്യുക, കളവ് ചെയ്യരുത്. നേരിട്ട് നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. താങ്ക് യു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ നാമത്തിൽ ആമേൻ.